ഹലോ, ഇന്നത്തെ സ്പെഷ്യല് ഉരുളക്കിഴങ്ങ് മസാല. നല്ല സ്പൈസി ആയിട്ടുള്ള മസാല. അത് കുക്കറിൽ ഒറ്റ വിസിൽ മതി, നമ്മുടെ കറി റെഡിയായി. പൂരി, ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് പൊട്ടറ്റോ റോസ്റ്റാണ്, കറിയല്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുക, തൊലി കളയുക, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഒരു 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലി കളഞ്ഞത് എല്ലാതും കൂടെ വെള്ളത്തിലിട്ട് കൊടുക്കുക. വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കുക. അപ്പോഴേക്കും ബാക്കിയുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയം വരെ ഇത് വെള്ളത്തിൽ കിടന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് കഴുകിയെടുത്താൽ മതി. പിന്നെ 4 സവാള, 3 പച്ചമുളക് ഒക്കെ എടുത്ത് ഇതും കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ സവാള 1-2 ചെറുതാണ് കേട്ടോ, ഒരെണ്ണം വലുതുള്ളൂ, ബാക്കിയൊക്കെ മീഡിയം സൈസാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവി കൂടണമെങ്കിൽ കുറച്ചും കൂടി സവാള ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ചൊരു പിടി വെളുത്തുള്ളി എടുത്തു. ഈ വെളുത്തുള്ളി ചതച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ കുക്കറിലാണല്ലോ ഉണ്ടാക്കണേ. കുക്കർ ചൂടാകുമ്പോൾ അതിൽ എണ്ണ ഒഴിക്കുക, പിന്നെ സിമ്മിൽ വയ്ക്കുക കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു പിടി സവാള അരിഞ്ഞു വെച്ചതിൽ നിന്ന് എടുക്കുക. അത് നന്നായിട്ട് മൂക്കട്ടെ, ബാക്കിയുള്ള സവാളയൊന്നും ചേർക്കണ്ട. പിന്നെ കറിവേപ്പില, പിന്നെ ചേർത്തത് നമ്മൾ കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ചതച്ചതാണ് കേട്ടോ. പിന്നെ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടി ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇതൊക്കെ ചേർത്ത് സിമ്മിൽ വെച്ചിട്ട് മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അത് നന്നായിട്ടൊന്ന് മൂത്ത് മണം വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ബാക്കിയുള്ള സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സിമ്പിൾ തന്നെ വെച്ചാൽ മതി കേട്ടോ, അങ്ങനെ അധികം വെള്ളമില്ലാത്ത കാരണം പെട്ടെന്ന് കരിയും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. ഒട്ടും വെള്ളമില്ലല്ലോ. വെള്ളം നമ്മൾ കുക്കറിലല്ലെങ്കിൽ ഇങ്ങനെ ആവിയിൽ ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് പക്ഷെ പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. അത് കഴിഞ്ഞ് മൂടി വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒറ്റ വിസിൽ കൊണ്ട് നമ്മുടെ കറി റെഡിയാവും. പിന്നെ തുറന്ന് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണ പണി മതി. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ, നല്ല മണം ഉണ്ടാവും. അപ്പോൾ അത് ഇത്രയ്ക്കുള്ള പണി പെട്ടെന്ന് കഴിഞ്ഞില്ലേ. സവാളയൊന്നും അധികം വഴറ്റിയൊന്നും സമയം കളയണ്ട. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അടിപൊളി കറിയാണ്. നല്ല ഉപ്പും മുളകും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എരിവും ഉപ്പും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റ് കാഷ്യൂനട്ട് ചപ്പാത്തിയും ഈ കറിയാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ എന്താ, ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.